അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഫോണിൻ്റെ അൺലോക്കിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഫ്രീ വേർഷൻ ആയിട്ടുള്ള VG ടൂൾ 4.1ൻ്റെ യൂസേജാണ് നമ്മളിന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂസർ ഐ ഡിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടോക്കണും നമുക്ക് താഴെ കാണാൻ പറ്റും. ഹാർഡ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഓൾറെഡി സൈൻ ഇൻ ചെയ്തതിന് ശേഷം കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് ആദ്യം ഒന്ന് കാണിക്കാം. FRP ലോക്ക് ഉണ്ട്, യൂസർ അക്കൗണ്ട് റിമൂവ് ഉണ്ട്, MI അക്കൗണ്ട് റിമൂവ് ഉണ്ട്, ബൂട്ട് ലോഡർ അൺലോക്ക്, ഇങ്ങനെ മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബൂട്ട് ലോഡർ അൺലോക്ക് തന്നെ 2 രീതിയിലുണ്ട്, ഫാസ്റ്റ് ബൂട്ടും അല്ലാതെ ഉള്ള രീതിയിൽ അൺലോക്കും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ അൺലോക്കിങ്ങും അതിൽ തന്നെ മോഡൽ വെച്ച് നമുക്ക് ചെയ്യുന്ന ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഈ ടൂളിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫോൺസ് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു ഇഷ്ടംമാരെ ഉണ്ട്. ഓരോ ബ്രാൻഡിനെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോമൺ മോഡൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ക്രാക്ക് പോലത്തെ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് നമ്മൾ റൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ മുകളിൽ ഒരു ഹാർഡ്വെയർ ID എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ ഹാർഡ്വെയർ ID നമ്മൾ കോപ്പി ചെയ്യണം. അത് നമ്മുടെ ഓൾറെഡി ഇതിൻ്റെ ലോഗിൻ പേജിൽ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ജനറേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഹാർഡ്വെയർ ID കോപ്പി ചെയ്തതിന് ശേഷം ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കീ അല്ലെങ്കിൽ ടോക്കൺ താഴെ ക്രിയേറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ ജനറേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ കീ അല്ലെങ്കിൽ ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇത് ഫുള്ള് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ലോഗിൻ പേജിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഓഫ്ലൈൻ മോഡിൽ ചൂസ് ചെയ്ത് ലോഗിൻ കൊടുത്താൽ മാത്രം മതി. ഇത് ഒരു പ്രാവശ്യം സേവ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സേവ് ആയിക്കോളും. പിന്നെ ക്രാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ജസ്റ്റ് ലോഗിൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലത്തെ പേജ് വരും. ഇനി ഇതിനകത്തുള്ള ബാക്കി ഓപ്ഷൻസ് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമേ. QC എന്ന് ഉദ്ദേശിക്കുന്നത് ക്വാൽക്കമ്മിൻ്റെ ചിപ്പുകൾ വരുന്നതാണ് കേട്ടോ. QC മിക്ക ടൂൾസും വരുന്നതിനകത്തുള്ളത് എല്ലാം ക്വാൽക്കമ്മിൻ്റെ ചിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. MediaTek ആകുമ്പോൾ നമുക്ക് MediaTekൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഫേംവെയർ ഫ്ലാഷ് ചെയ്യാനുള്ള, സ്കാറ്റർ ഫയൽ മറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കാണാൻ പറ്റും. സോഫ്റ്റ്വെയർ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ പാസ്വേഡിൻ്റെ FRPയും ബൈപ്പാസും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഫേംവെയർ ഫ്ലാഷിംഗ് അല്ലാതെ നമുക്കിതിനകത്ത് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്ത് കസ്റ്റം ഫേംവെയർ കയറ്റാനും ഇത് കസ്റ്റം റിക്കവറിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് നമ്മളെ. അപ്പോൾ അതിനെല്ലാം ഒരു ഓൾ ഇൻ വൺ ടൂൾ എന്ന നിലയ്ക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സാംസങ് കണ്ടോ, സൈഡിലൂടെ ADB കമാൻഡ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം നമ്മൾ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മറന്നുപോയ പാസ്വേഡുള്ള ഫോൺ നമുക്ക് ഇതുവഴി റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പേജിൻ്റെ അടിയിലോ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യാൻ സമയമുള്ള പോലെ ഇതിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഒരു 95% സക്സസ് ആണ് നമുക്ക് പല കേസുകളിലും കിട്ടിയത്. ഫെയിലിയർ റേറ്റ് വലിയ കുറവാണ് ഇതിനകത്ത്. വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡാറ്റ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാനും പറ്റും. അത് നമ്മൾ ഒരു പ്രാവശ്യം ഓപ്പോൻ്റെ ഒരു ഫോണിൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഡാറ്റ പാസ്വേഡ് പറഞ്ഞിട്ടും ഡാറ്റ നമുക്ക് എടുക്കാനായിട്ട് അതുവഴി പറ്റും. പിന്നെ മോഡൽ നമ്പർ ചൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ ഒന്ന് അൺലോക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരുമിക്ക എല്ലാ ഫോണുകളുടെ ബ്രാൻഡുകളുടെ ഉണ്ട്. ഇനി പ്രാക്ടിക്കലി ഇതിൻ്റെ ഒരു ചെയ്ത് കാണിക്കുന്ന വീഡിയോ വേണമെന്നുള്ളൊരു തഴന്ന് കമൻറ്റ് ചെയ്യണേ. അത് നമ്മൾ പ്രത്യേകം ചെയ്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.